എന്തായി? ടീച്ചറെ കുറച്ച് പൈസ തരാം. എന്തിനാ? അല്ല, കൊച്ചു പെട്ടെന്ന് വീണ് ആശുപത്രി കൊണ്ടുപോകണം. പൈസ ഒന്നും എൻ്റെ അടുത്തില്ല. തരാമോ ടീച്ചർ? എന്തെങ്കിലും നോക്കിട്ടെ. നീ കൊച്ചിന് പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് നീ കൊടുത്ത? കൊടുത്തു. നീ എന്ത് പണിയാണ് കാണിച്ചത്? എന്താ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമാണെന്നാ? സാധനമില്ല. ഇനി വലിയവരുണ്ടാവോ ഈ പഞ്ചായത്തിൽ ഇനി പറ്റിക്കാനായിട്ട്? എനിക്ക് തോന്നണില്ല ഇനി ഒരാളും ഉണ്ടാവും എന്നുള്ളത്. ഇല്ലേ? അതവിടെ സ്റ്റീഫന്റെ കാര്യമില്ലേ, അവരൊന്ന് മേടിച്ചതാ. സ്റ്റീഫനോട് നിന്റെ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ അറിഞ്ഞാൽ കുഴപ്പം. സ്റ്റീഫനോട് ഉണ്ടായില്ല. ജോസി എടുത്താനെ നീ ഒന്ന് പള്ളിയിലൊക്കെ പോടാ. പിന്നെ എന്റെ ആവശ്യമൊന്നുമില്ല. വരുന്ന 13-ാം തീയതി നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പൊ അതുകൊണ്ടേ നീ ഒരു കാര്യം ചെയ്യും, നീ പള്ളിയിലൊക്കെ ഒന്ന് പോ. അതിനകത്തൊക്കെ ഒന്ന് പങ്കെടുക്ക്. പെട്ടെന്ന് നീ നന്നാവും. ആയിരം 2 അടിച്ച് ഫ്ലാറ്റായി കിടക്കാം. പിന്നെയാണ് പള്ളിയിൽ പോകും. ജോസി പൈസാട്ടാ. എന്റെ സവാനെ, നീ ആ പൈസ താടാ. ഏത് പൈസടാ? നിന്റെ കുട്ടിക്ക് പാടില്ലെന്ന് പറഞ്ഞ് നീ വന്ന് മേടിച്ചതല്ലടാ. അതൊക്കെ തരാടാ. നീ പൈസ വന്നിട്ട് പോയാ മതിയടാ. നീ നിനക്ക് കളിക്കണത് മാറണേ. ഏത് പൈസ? മാറിക്കണേ. എന്താണിത്? മാറാട്. ഇവന് എന്താണിത്? അവന്റെ കൊച്ചിന് പാടില്ലെന്ന് പറഞ്ഞേ അവൻ വന്ന് പൈസ മേടിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ തരാൻ കഴിയില്ലെന്ന്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ലോട്ടറി വിറ്റ് ജീവിക്കണെന്നറിയാമോ? എന്റെ ഭാര്യക്ക് മരുന്ന് മേടിക്കാൻ വെച്ച കാശാണത്. അതിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുത്തത്. അവനത് തിരിച്ചു തന്നൂടെ? നീ അല്ലാണ്ട് അവനാ കാശ് കൊടുക്കും. അവൻ ഈ ആൾക്കാരെ മുഴുവൻ പറ്റിക്കാൻ നടക്കണം. നിനക്ക് ഇപ്പൊ എന്താണ് വിഷയം? നിന്റെ വൈഫിന് മരുന്ന് മേടിക്കണം, അത്രയല്ലേ ഉള്ളു. നീ ഞാൻ കാശ് വയ്ക്കാൻ നടക്കണ്ട. നിനക്ക് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം. ആ പ്രശ്നം അങ്ങോട്ട് അവസാനിക്കട്ടെ. എനിക്ക് വേണ്ട ആ പൈസ ഒന്നും. പക്ഷെ ഉണ്ടല്ലോ, ഇവനോട് ദൈവം ചോദിക്കും. ദൈവത്തിനല്ല പണി. ഓടെ. ആ മോളാ വന്നേ. പെണ്ണു മോള് വന്നേ. എവിടെ പോണേ? പള്ളിയിൽ പോണ? ആ, പള്ളിയിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കാറ്? എന്റെ കുടിയും എന്റെ പള്ളിയിൽ വരാനും. എന്റെ പ്രാർത്ഥന പുണ്യാളം കേട്ടാ? ആ കൊച്ചു പറയണത് ചേട്ടന് കേൾക്കാൻ പാടില്ലേ? പള്ളിയിൽ വന്നൂടെ അതിന്റെ കൂടെ? അതിന്റെ ആവശ്യമൊന്നും. ചേട്ടൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നടക്കണോണ്ടേ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണ ആരാണെന്ന് അറിയാമോ? എന്ത് കുഴപ്പമുണ്ടാവും? എനിക്ക് കുഴപ്പമുണ്ടാവുന്നില്ല. ചേട്ടനല്ല അനുഭവിക്കണത്. ചേട്ടൻ ഇങ്ങനെ ചെയ്ത് കൂട്ടണേ ഞാനും മക്കളോട് അനുഭവിക്കണത് അറിയാമോ? അപ്പൻ്റെ കാര്യം നടന്നാ പോരെ? വല്ലതും അറിയണോ? അനുഭവിക്കണ ഞങ്ങളാണ്. അവൾക്ക് എന്തറിയാം? അവള് കൊച്ചല്ലേ. ശരിയെന്നാ പോയിട്ടോ. എന്തായി? പാടില്ലേ? ചേട്ടാ പെട്ടെന്ന് തല ഇറങ്ങി വീഴുന്നാണ്. ചേട്ടൻ വേഗം വാ. ശരി ഞാൻ പറയാം. ഞാൻ പറയട്ടെ. ഇപ്പൊ അല്ല, സേവാനിപ്പോ അവിടെ പോയിട്ട് എങ്ങോട്ട് പോയിന്നാ? പോയിട്ട് കാണാനുമില്ല. എന്ത് പറ്റിയെന്നാ ആശുപത്രി പോയിട്ട്? സവാന
അല്ല സവാമെന്നല്ല സവാനെ എന്താ ആശുപത്രി പോയിട്ടുള്ള വിവരം? എനിക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരാം. അതെ, കൊച്ചിന് പെട്ടെന്ന് പാടില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയണം. അത് ഞാൻ ചോദിച്ചാൽ ആരും തരില്ല. നിങ്ങൾ ആരോടെങ്കിലും അത് മേടിച്ചാൽ. എത്ര രൂപ വേണോടാ? 3 ലക്ഷം രൂപയെങ്കിലും വേണോടാ. നിനക്ക് വില പ്രാന്തണ്ട. 3 ലക്ഷം ഞങ്ങൾ എവിടെ നോപ്പിക്കാനാണ്? നിനക്ക് ആര് തരാനാണ് 3 ലക്ഷം രൂപ? നീ ആൾക്കാരെ മുഴുവൻ വെറുപ്പിച്ചു വെച്ചിരിക്കണം. നിനക്ക് ഒരു തരും തോന്നണ്ട. വേറെ ആരുടെ അടുത്തില്ല എനിക്ക് പറയാനായിട്ട്. നിങ്ങളോട് മാത്രമേ ഉള്ളൂ. ആ കൊച്ചിന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. നീ എല്ലാവരും പറ്റിച്ച് കാശ് വാങ്ങിച്ചേക്കല്ലേ? വലിയൊരു നിനക്ക് 10 പൈസ തരുമോ? എടാ നിനക്ക് എടാ നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ആൾക്കാരെങ്കിലും വൃത്തിയേട്ടനാണ് കൊണ്ടുവരാത്തനായത്. എന്തെനിക്ക് ആവശ്യം വന്നപ്പോ ആരുമില്ലടാ. മാറണ ആരും വേണ്ട, ആരും വേണ്ട, ആരും വേണ്ട. എനിക്ക് എന്തായി? ടീച്ചറെ കുറച്ച് പൈസ തരാൻ ടീച്ചറെ. കൊച്ചിന് പെട്ടെന്ന് പാടില്ല. ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയണം. എങ്ങനെയൊന്നും സഹായിക്കാമോ? വേറെ ആരുടെ അടുത്തില്ല എനിക്ക് ചോദിക്കാനായിട്ട്. ഇങ്ങനെയല്ല എനിക്ക് കുറച്ച് പൈസ വേണം. എന്താടാ? കൊച്ചിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വന്നേക്കണതാണ്. പൈസ ഒഴിച്ച് വന്നേക്കണതാണ്. നിനക്ക് മതിയായില്ലോ ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ? ഇപ്പൊ സത്യമാണ് ശില്പ, ഞാൻ പറ്റിച്ചതല്ല. സത്യമായിട്ട് എന്റെ കൊച്ചിന് പാടില്ല. സത്യം. ആൾക്കാരെ പറ്റിച്ച് നടക്കാൻ നിൽക്കണം. നിനക്കൊന്നും ഒരൊറ്റ പൈസ ഇവിടെ തരില്ല. കൂടാ ചിലപ്പോ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നെങ്കിലോ? എന്റെ കൊച്ചിന് പാടില്ല. ഓപ്പറേഷൻ ഞാൻ കുറെ പൈസ ആരും എനിക്ക് തന്നില്ല. പുണ്യാളുടെ മുമ്പിൽ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കണം എന്റെ മോളെ. എനിക്കാരുമില്ല. ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ചേട്ടനിവിടെ നമ്മുടെ പുണ്യാളിനില്ലേ? ഹലോ, ആ സ്റ്റീഫ അച്ഛനാണ്. ഒരു ചെറിയ സഹായം വേണമായിരുന്നല്ലോ. ആ അച്ഛാ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പള്ളിക്കോട്ട് എന്താ പ്രാർത്ഥിക്കാറ്? എന്റെ അപ്പന്റെ കുടിയും എന്റെ അപ്പം പള്ളിയിൽ വരാനും പ്രാർത്ഥന പുണ്യാളം കേട്ടാ?